അപ്പോൾ ഗുഷ്, ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്നാൽ തന്തവൈവ് പാരൻസ്, ബൂമർ ആൻറ്റീസ് ആൻഡ് അങ്കിൾസ്, ഓൾസോ യങ് ബൂമേഴ്സ്, കോളിംഗ് പേഴ്സൺസ് ലൈക്ക് മീ ആസ് വാഴ. വൈ? എന്താ ഈ വാഴയോട് നിങ്ങൾക്ക് ഇത്ര പുച്ഛം? ഐ കൺസിഡർഡ് വാഴ ഇസ് ദ ഓൾ ടൈം ഗ്രേറ്റ് വൃക്ഷം ഇൻ ദിസ് വേൾഡ്. പറയാം, വാഴപ്പിണ്ടി കറി വെച്ച് കഴിക്കാത്തവരായി കേരളത്തിൽ ഒരു ജനതയും ഉണ്ടാകില്ല. തൂഷണിയില ഇട്ട് സദ്യ ഉണ്ണാത്തവരായിട്ട് നമ്മൾ ആരും ഉണ്ടാവില്ല. അതിൽ കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് എത്ര പ്ലാസ്റ്റിക്കലായിട്ട് കഴിച്ചാലും നിങ്ങൾക്ക് കിട്ടില്ല. ആൻഡ് 3, ഇറ്റ്സ് ഓൾവേസ് എല്ലാവർക്കും അറിയാം. പഴം, ഫൈനലി 4, അതിൻ്റെ കൊലയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു സാധനമില്ലേ, ലൈക്ക് സം ഏരിയ പീപ്പിൾസ് കോൾഡ് ഇറ്റ്സ് പൂവ്, വാഴ. അത് വെച്ച് തോരൻ വെച്ച് കഴിക്കാത്തതായി ഒരു മലയാളിയും ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അല്ല, ബംഗാളിയൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇനി വല്ല കാറ്റോ മഴയോ അടിച്ച് പണ്ടാറോ അടങ്ങിയ വാഴ ഒന്ന് വീണെന്നിരിക്കട്ടെ, ഇല്ല ഒടിഞ്ഞു പോയെന്നിരിക്കട്ടെ, എന്നാലും നിങ്ങൾ വിടുമോ? ഇല്ല. അതിലൊരു തുളയും ഇട്ട്, അതിലൊരു തുളയിട്ട് ആ ഒരു പിണ്ടിയിൽ ഇങ്ങനെ ഒരു നിങ്ങളുടെ പൊക്കത്തൊരു ഗ്ലാസ് ഒക്കെ വെച്ച് മറച്ചു വെച്ചിട്ട് പോകും. വൈ? പിറ്റേ ദിവസം വരുമ്പോൾ ലോട്ട് ഓഫ് വാട്ടർ അതിൽ നിന്ന് കിട്ടും. എന്തുകൊണ്ട്? ദാറ്റ് വാട്ടർ ഇസ് വെരി ബെനിഫിഷ്യൽ ഫോർ മുട്ടുവേദന. ഇങ്ങനെ പല യൂസ് ഉള്ള ഒരു വൃക്ഷമാണ് വാഴ. സോ ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ, കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷമായിട്ട് വാഴയെ പ്രഖ്യാപിക്കണമെന്ന് ഈ കേരള സർക്കാരിനോട് ഞാൻ അപേക്ഷിക്കുകയാണ്.